ഇന്ദ്രധനുസര രാജവംശം. മരിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തിന് 36 വയസ്സും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 22 വയസ്സുമായിരുന്നു. വിക്രമൻ ചേട്ടൻ വയലാറിന്റെ നാടകത്തിലെ അതിസുന്ദരനായ നായകനായിരുന്നു. അദ്ദേഹത്തെ വിവാഹം ചെയ്തത് വയലാറിന് പെങ്ങളായിരുന്നു. അപ്പം വയലാറിന്റെ നാടകത്തിലെ സുന്ദരനായ നായകനേക്കാളുപരി ഭർത്താവ് മറ്റുപോലെ ഉണ്ടായ ഒരു കവിതയാണ്. കയ്യിലൊരിന്ദ്രധനുസുമായി കാറ്റത്ത് പെയ്യുവാൻ നിന്ന തുലാവർഷമേഘമേ, ചന്ദ്രനക്ഷത്ര രജയിൽ ഇന്നലെ കണ്ടുവോ നീ എന്റെ രാജഹംസത്തിനെ? മൂകതന്നീലത്തിരശീല വീട്ടിയ ശോകാന്ത ജീവിത നാടകവേദി, ഇപ്രപഞ്ചത്തെ മനോരാജ സന്ദേശ ശില്പവുമായി വന്ന രാജഹംസത്തിനെ, ഈറഞ്ഞ ചിറകുമായി ഈ വഴിയെ പോയ രാജഹംസത്തിനെ, കണ്ണിൻ്റെ മുന്നിൽ ചിതാരോപാടി പോൽ വന്നു നിൽക്കും രൂപം, മോഹം ആത്മാവിൻ വലങ്കയിൽ നൽകിയ ദാഹജലക്കുമ്പോൾ തട്ടിപ്പറിച്ചു നീ. നാടകം തീർന്നില്ല, അവസാന രംഗവും കൂടിയുണ്ട്. എങ്ങുപോയി നായകൻ? ഒന്നിച്ചു ഞങ്ങൾ അരങ്ങത്തു വന്നതാണ്, ഒന്നും പറയാതെ എങ്ങുപോയി നായകൻ? രംഗം തുടങ്ങണം, അസ്വസ്ഥചിത്തരായി തങ്ങളിൽ നോക്കുന്നു കാണികൾ. ആരോ യവനിക വീണ്ടും ഉയർത്തി ഞാൻ ആരംഗവേദിയിൽ നിശ്ചലം നിന്നുപോയി. ഈ നരക്കാവിൽ വിടരുവാൻ നിൽക്കാതെ കാനനപ്പൂക്കൾ കൊഴിഞ്ഞു വീണിടവേ, കയ്യിൽ ഒരു പിടി ദർഭയുമായി ബലിക്കല്ലു നനയ്ക്കുവാൻ ബാഷ്പോദകവുമായി കാലം മുടന്തുകാൽ വെച്ച് നടന്ന് അലഞ്ഞ് ഈ വഴിയമ്പല ഭൂമുഖത്തിണ്ണയിൽ വന്നു കയറി ഞാൻ. കാലം കെടുത്തിയ മൺവിളക്കും താങ്ങി നിൽക്കുന്നു തൂണുകൾ. ഒറ്റയ്ക്കൊരിടത്തിരുന്ന് മനസ്സിന്റെ കുത്തും ഞൊറിയുമഴിച്ചു കെട്ടിയിടണം. കൈപ്പു കുടിച്ചു മയങ്ങിക്കിടക്കുവൻ സ്വപ്നങ്ങളെ കണ്ടു പൊട്ടിക്കരയണം. എന്നിലെ തീക്കനൂരി പിടിപ്പിച്ചു ചന്ദന പട്ടടച്ച നീ കൊടുത്തണം. സ്നേഹം മരിച്ചു കിടക്കുവൻ കൂട്ടിലേക്ക് ആഹാമടങ്ങിത്തിരിക്കുകയില്ല ഞാൻ. ഒന്നും എന്നോടിന്ന് ചോദിക്കരുതാരും, എന്നെ വിളിക്കരുത്, ആകെ തളർന്നു ഞാൻ. കണ്ണീരിൽ മാത്രമടിഞ്ഞു വീഴാൻ നിൽക്കുമെന്നിലെ മൗനം എറിഞ്ഞുടക്കില്ല ഞാൻ. കയ്യിൽ പിടയുമെന്നാത്മാവുമായി വന്ന കണ്ണു